വളരെ ഇൻട്രസ്റ്റിംഗും എന്നാൽ കുറച്ച് നേരത്തേക്കെങ്കിലും ലോകത്തെ നടുക്കിയ ആ ഒരു വലിയ രഹസ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അവർ പോലും അറിയാതെ അവരുടെ കോൺവെർസേഷൻ മൈക്കിലൂടെ പുറത്തായ അവർക്കുള്ളിലെ പരമരഹസ്യം. അവർ തമ്മിൽ രഹസ്യമായി സംസാരിച്ച കാര്യമെന്തെന്ന് നിങ്ങൾക്കറിയാമോ? അത് വ്യാപാരത്തെ പറ്റിയല്ല, കരാറുകളല്ല, ആണവായുധത്തെ പറ്റി പോലുമല്ല. അവർ തമ്മിൽ സംസാരിച്ചത് അത് അമരത്വത്തെ പറ്റിയാണ്. കൂടുതൽ വർഷം ജീവിക്കുക എന്നതിനെ പറ്റിയാണ്. ഒന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി അവർ തമ്മിൽ സംസാരിച്ച രഹസ്യ സംഭാഷണം ഇവിടെ പ്ലേ ചെയ്യാം. In the past, people rarely lived longer than 70 years. But today, they say that at 70, you are still a child. Human organs can be continuously transplanted. The longer you live, the younger you become, and you can even achieve അതിന്റെ immortality. പരിഭാഷ ഇങ്ങനെയാണ്: 150 വർഷം കൂടി ജീവിക്കണമെന്നും എത്രത്തോളം വയസ്സാകുന്നോ അത്രത്തോളം യങ്ങാവും എന്ന് പുടിൻ പറയുന്നത് കേൾക്കാം. അമരത്വത്തിലേക്ക് എത്താൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, ബയോടെക്നോളജി എന്നീ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മരണമില്ലാത്ത ചില അവസ്ഥകൾ സൃഷ്ടിച്ചെടുക്കാമെന്ന് അവർ സംസാരിക്കുന്നു. ഇതൊരു തമാശയായി കാണരുത്, വളരെ ഗൗരവമായി തന്നെ കാണേണ്ട ഒന്നാണിത്. പുടിൻ, കിം, ഷീ ഇവരുടെ ഈ കോൺവെർസേഷനിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇത്രയും കാലം അമരത്വം, ഇമ്മോർട്ടാലിറ്റി, മരണമില്ലാത്ത അവസ്ഥ നമ്മളൊക്കെ സയൻസ് ഫിക്ഷൻ മൂവീസിലും ഫാന്റസിയായും ഒക്കെയാണ് കണ്ടിരുന്നത്. പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ ദീർഘായുസും അമരത്വവും ഒക്കെ ഒരു രാജ്യത്തിന്റെ സ്ട്രാറ്റജിയായി മാറുകയാണ്. ഒരു ലീഡർ കുറേ വർഷം ജീവിച്ചിരിക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ കൺവീനിയൻസിനനുസരിച്ച്, അവരുടെ സൗകര്യത്തിനനുസരിച്ച് കൂടുതൽ വർഷം അധികാരത്തിലിരിക്കുക, കൂടുതൽ സ്വാധീനം ചെലുത്തുക, കൂടുതൽ അപ്രമാദിത്യം നേടുക. പുടിനും ഷീ ജിൻപിങ്ങിന്റെയും വയസ്സെടുത്താൽ ഏകദേശം 72 വയസ്സോളം ഉണ്ടാകും. പുടിൻ റഷ്യ ഏതാണ്ട് 20 വർഷത്തിലധികം ഭരിക്കുന്നു. പുടിന് റഷ്യയിൽ തന്നെ നേരിട്ട് റഷ്യ നടത്തുന്ന ആന്റി ഏജിങ്, സെൽ റീജനറേഷൻ, ന്യൂറോ ടെക്നോളജി അടങ്ങുന്ന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. ഷീ ജിൻപിങ്ങും ഏതാണ്ട് ബയോടെക് ഇന്നോവേഷന് വേണ്ടി ബില്യൺ കണക്കിന് ഡോളറുകൾ ചെലവിടുന്നുണ്ട്. ഷീ ജിൻപിങ്, പുടിൻ, കിം ഇവർക്ക് ദീർഘായുസ് എന്നത് ഒരു ഫാന്റസിയല്ല, ഒരു മായയല്ല, ഒരു പവർ ടൂളായിട്ടാണ് ഇവരൊക്കെ കാണുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ ഭരണാധികാരികൾ സയൻസിനെ ഇത്ര കണ്ട് ഗൗരവത്തോടെ കാണുന്നതും. ഈ 3 രാജ്യങ്ങളും പിന്തുടരുന്നത് ഒരു ഏകാധിപത്യ ഭരണ മോഡലാണെന്ന് നമുക്ക് മനസ്സിലാവും. ഷീ ജിൻപിങ് ഇതുവരെ അടുത്ത ചൈനയുടെ ഭരണാധികാരിയെ തിരഞ്ഞെടുത്തിട്ടില്ല. പുടിൻ റഷ്യയുടെ ഭരണഘടനയിൽ മാറ്റം വരുത്തി റഷ്യയെ കൂടുതൽ വർഷം ഭരിക്കാനുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പുടിനും ഭാവി ഭരണാധികാരിയെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് നമുക്ക് കാണാം. കിമ്മിനും ഏകദേശം 41 വയസ്സുണ്ട്. കിമ്മിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ പിന്തുടർച്ച ആരാകുമെന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിമ്മിന്റെ മകളായിരിക്കും. നോർത്ത് കൊറിയയുടെ അടുത്ത ഭരണാധികാരി എന്നത് ചൈനയിലെ അന്തർദേശീയ വേദിയിൽ വെച്ച് മകളെ കിമ്മിന്റെ അടുത്ത് നിർത്തിക്കൊണ്ട് കിം ലോകത്തിന് സൂചന നൽകിയിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാ ഭരണാധികാരികൾക്കും ഒരുപാട് വർഷം ജീവിക്കണമെന്നത് തന്നെയാണ് അടിസ്ഥാനപരമായി അവരുടെയൊക്കെ ആഗ്രഹവും. അതിനുവേണ്ടി മാനസികവും ശാരീരികവും ഷാർപ്പായിരിക്കുക എന്നാൽ മാത്രമാണ് ഇവർക്കൊക്കെ അധികാരം കൈയാളാൻ പറ്റുകയുള്ളൂ. ചിലപ്പോഴൊക്കെ ഇത്തരം ലീഡേഴ്സിന് ഭ്രാന്താണെന്ന് നമുക്ക് തോന്നാം. ചിലരൊക്കെ അവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം പുറം ലോകം അറിയാതിരിക്കാൻ അസാധാരണ നടപടികളാണ് ഇവരൊക്കെ പലപ്പോഴായി സ്വീകരിച്ചിട്ടുള്ളത്. ചിലപ്പോൾ അവർ അവരുടെ ബയോളജിക്കൽ മെറ്റീരിയൽ പോലും വളരെ ശ്രദ്ധയോടെ പരിപാലിച്ചെന്ന് വരാം. പറഞ്ഞു വരുന്നത് അവരുടെ ഉമിനീരിനും മലമൂത്ര വിസർജനങ്ങളെയും പറ്റിയാണ്. എന്തുകൊണ്ട് അത്ര ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇത്ര സെക്യൂരിറ്റി കൊടുക്കുന്നത്? കാരണം ഒരു കൊഴിഞ്ഞു വീണ മുടിയോ അവരുടെ ബയോളജിക്കൽ മെറ്റീരിയൽസോ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. എത്തരത്തിലുള്ള മരുന്നാണ് എടുക്കുന്നത്, ആരോഗ്യനില എപ്രകാരമാണ്, മറ്റു പല സുപ്രധാന സെൻസിറ്റീവ് ബയോളജിക്കൽ ഇൻഫർമേഷൻ ഒക്കെ ഒരൊറ്റ സാമ്പിളിൽ നിന്നും എടുത്ത് ആ വ്യക്തിയെ പറ്റിയുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എല്ലാം അടിമുടി അറിയാൻ സാധിക്കും. അമരത്വം എന്നത് ശക്തമായ മനുഷ്യരുടെ ഒരു ഹൈ പ്രൊഫൈൽ ഗെയിമാണ്. അവർക്ക് സമയം എന്നത് പവറാണ്. കൂടുതൽ സമയം എന്നത് കൂടുതൽ അധികാരം, കൂടുതൽ അപ്രമാദിത്യം. അമരത്വത്തെ പറ്റി സംസാരിക്കുമ്പോൾ ചൈനയിൽ വെച്ച് വളരെ സ്വകാര്യമായി, രഹസ്യമായി റഷ്യൻ പ്രസിഡന്റ് പുടിനും ഇന്ത്യയുടെ മോദിയും പുടിന്റെ കാറിലിരുന്ന്, അംഗരക്ഷകർ കൂടാതെ ട്രാൻസ്ലേറ്റേഴ്സ് ഒന്നും കൂടാതെ മോദിയും പുടിനും ദീർഘനേരം കാറിലിരുന്നും മറ്റും സംസാരിച്ചിരുന്നു. അവരുടെ സംസാരത്തിനും ഒരു രഹസ്യ സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുടിനും മോദിയും രഹസ്യമായി സംസാരിച്ചത് ഈ പറഞ്ഞ ഇമ്മോർട്ടാലിറ്റി, അമരത്വത്തെ കുറിച്ചായിരിക്കുമോ?
നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഷീ പുടിൻ അമരത്വ ബെൽറ്റിലേക്ക് മോദിയും കൂടി വന്നാൽ പിന്നെ എന്തായിരിക്കും നടക്കുക? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വരാം.